പൊന്നുമോനിക്ക് നീതി കിട്ടണം. ഒട്ടാത്ത സ്ഥലങ്ങളില്ലല്ലേ എന്റെ പൊന്നുമോനെ കൊന്നുകളഞ്ഞത്. അവിടാണ് കൊന്നത്. എവിടെ പോയാലും ഞാൻ വിളിച്ച് പറയും അവിടാണ് കൊന്നത് എന്റെ മോനെ. പെൺകുട്ടിക്ക് നേരെ പരാതി കൊടുത്തോണ്ട് ആ പെൺകുട്ടി തിരിച്ച് പരാതി കൊടുത്തപ്പോൾ അതിൽ ആക്ഷനുണ്ട്. ഇവരെന്ത് ചെയ്യാനാണ്? വേറെ എന്താ ചെയ്യണ്ടേ? കള്ളപ്പരാതികളിൽ 20 വർഷമൊക്കെ കിട്ടിക്കിടക്കുകയാണ്. അത് നാളെ നമ്മുടെ സഹോദരനായിക്കൂടെ, നിങ്ങളുടെ മകനായിക്കൂടെ, നിങ്ങളുടെ ഭർത്താവായിക്കൂടെ? എന്തെങ്കിലും നീതി ഈ നാട്ടിൽ വേണ്ടേ? നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞും ലൈംഗിക സെക്ഷലി കളേർഡ് റിമാർക്കുകൾ അധിക്ഷേപിക്കാൻ എന്ത് ഉദ്ദേശമാണ്? മാറ്റങ്ങൾ പലതുണ്ടായി. കാലാന്തരത്തിൽ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന്റെ പല ഘട്ടങ്ങൾ താണ്ടി ഉടച്ചു വാർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് പുരുഷന്മാർക്ക് അത് റിവേഴ്സ് ഗിയറിലാണ്. പുരുഷ കമ്മീഷനായി മുറവിളി ഉയരുമ്പോൾ സ്ത്രീകൾക്കത് തിരിച്ചടിയാകുമോ? പുരുഷനായി പോയി എന്ന കാരണത്താൽ അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുവോ? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. അശ്വതി, ഈ പുരുഷ കമ്മീഷൻ വരുന്നുണ്ട്, എന്താണ് അശ്വതിക്ക് തോന്നുന്നത്? അതൊരു വലിയ ചോദ്യമാണ് ശ്രീജ. അതായത് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരും പല വിധത്തിലുള്ള പീഡനങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. ഞാനൊരു സ്ത്രീയാണ് എങ്കിൽ പോലും പറയുകയാണ്, എന്ത് പ്രശ്നം വന്നാലും അത് ലൈംഗിക പീഡനമാണെങ്കിലും മാനസിക പീഡനമാണെങ്കിലും സ്ത്രീധനമാണെങ്കിലും അങ്ങനെ പല ഭാഗത്തു നിന്നുമുള്ള പീഡനമാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് എപ്പോഴും ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയ അടക്കം ഇങ്ങനെ നിലകൊള്ളുന്ന ഈ ഒരു സമൂഹത്തിൽ പുരുഷന്മാർക്കും അതേ സ്വാതന്ത്ര്യവും അതേ അവകാശവും ഒക്കെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് ഈ അടുത്തിടെ നടന്ന കുറേ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അറിയാം. വ്യാജ പീഡന പരാതികളും അല്ലെങ്കിൽ അത്തരത്തിൽ പുരുഷന്മാർക്കെതിരെ ഒരുപാട് വ്യാജ പരാതികൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അവകാശങ്ങളും അവരുടെ നീതിയും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. അപ്പോൾ മെൻസ് കമ്മീഷൻ ആവശ്യമല്ലേ? കാരണം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വനിതാ കമ്മീഷനുണ്ട്, സ്ത്രീപക്ഷ നിയമങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഈ സമൂഹത്തിൽ പുരുഷനും വേണ്ടേ? അപ്പോൾ ഈ മെൻസ് കമ്മീഷന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരും അത് തന്നെയാണ് ചോദിക്കുന്നത്. വ്യാജ പീഡന പരാതികൾക്കെതിരെ ഇതിന് രംഗത്ത് വരണ്ടേ? അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ ശ്രീജ എന്നതാണ് എൻ്റെ പക്ഷം. അശ്വതി, ദീപകിൻ്റെ മരണത്തോടെയാണ് മെൻസ് കമ്മീഷൻ എന്ന ആവശ്യത്തിന് കൂടുതൽ ശക്തി ആർജിക്കുന്നത്. നമുക്കറിയാം, ദീപകിൻ്റെ മരണത്തിൽ ഈ സോഷ്യൽ മീഡിയ വിചാരണ കമ്മിറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. അവരുടെ ഒരു പങ്ക് അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. തെറ്റ് പുരുഷന്മാരുടെ പക്ഷത്താണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ പക്ഷത്താണ് എന്നൊന്നില്ല. ഈ രണ്ട് കൂട്ടരിലും തെറ്റുകാരുമുണ്ട്, ശരിയുടെ പക്ഷത്തുള്ളവരുമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം, നിയമപരിരക്ഷ പലപ്പോഴും സ്ത്രീകൾക്കാണ് അനുകൂലമായിട്ടുള്ളത്. പല കേസുകളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ആനുകൂല്യം മുതലെടുക്കുന്ന ചില സ്ത്രീകളുണ്ട് എന്ന് കരുതി എല്ലാ സ്ത്രീകളും തെറ്റുകാരാകണമെന്നില്ല. സാമ്പത്തിക ഭദ്രതയുള്ള സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയില്ല എന്നുള്ളൊരു സുപ്രധാന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയായിരുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിധിയാണ്. കാരണം ഒരുപാട് സ്ത്രീകൾ ഇതിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു വിധി കോടതിക്ക് പുറപ്പെടുവിക്കേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിയമപരിരക്ഷ സ്ത്രീകൾക്ക് പലപ്പോഴും അനുകൂലമായിട്ടുള്ളപ്പോഴും പല സ്ത്രീകൾക്കും അപ്രാപ്യമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിപ്പെടാൻ, ഒരു നീതിയിലേക്ക് എത്തിപ്പെടാൻ ഉണ്ടാകുന്നൊരു പ്രക്രിയ അത് വളരെ ദൈർഘ്യമേറിയൊരു പ്രക്രിയയാണ്. നമുക്കിടയിൽ വിസ്മയമാരുണ്ട്, ഉത്തരമാരുണ്ട്, ഇപ്പോൾ ഒടുവിൽ ഗ്രീമയിലെത്തി നിൽക്കുകയാണ്. അതിനൊന്നിനും അവസാനമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ വ്യാജ പരാതികൾ, ആ വ്യാജ പരാതികളുടെ കാര്യം പറയുമ്പോഴാണ് BBC അടക്കം ഇത് സർവേ നടത്തിയതാണ്. 53% പുരുഷന്മാർക്കെതിരെ 53% വ്യാജ പരാതികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആകെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാവുമ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയും സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്നുള്ളതാണ്. ആ 53 പരാതികളിലും ഈ പീഡനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരാതി ആയിക്കോട്ടെ അത് അങ്ങനെയല്ല എന്ന് തെളിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ പോലും അതൊരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ അത് അവരെ നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷെ ഒരു സ്ത്രീയാണെങ്കിൽ നമ്മൾ വാർത്ത കൊടുക്കുന്നു അല്ലെങ്കിൽ അത് പിന്നീട് അത് തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അത്
തേഞ്ഞുമാഞ്ഞു പോകുന്നില്ല, അത് ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ പുരുഷന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ചാപ്പ കുത്തി കൊടുക്കുന്നു, അത് അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ശ്രീജ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്പീക്കർ അനുമതി കൊടുത്ത അല്ലെങ്കിൽ പെർമിഷൻ കൊടുത്ത പുരുഷ കമ്മീഷൻ ബില്ലുണ്ട്. അത് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് അവതരിപ്പിക്കപ്പെടാത്തത് എന്നത് മെൻസ് കമ്മീഷൻ അടക്കം ചോദിക്കുന്ന ഒരു കാര്യമാണ്. കേരളമാണ് ആദ്യമായി ബില്ല് കൊണ്ടുവന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പ്രധാനവുമാണ്. എൽദോസ് കുന്നപ്പള്ളി MLA ആണ് ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നത് സ്വകാര്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ നിയമസഭയിൽ അത് അവതരിപ്പിക്കാതിരുന്നത്, പാസ്സാക്കപ്പെടാതിരുന്നത് എന്നുള്ളതാണ്. അപ്പോഴും മെൻസ് കമ്മീഷനിലെ അംഗങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് സ്ത്രീ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത ഇതിലൂടെ മുദ്ര കുത്തപ്പെടുമോ, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധതയാണോ ഇതിലൂടെ എടുത്തു കാട്ടപ്പെടുന്നത്, അത് ചർച്ചയിലേക്ക് വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെൻസ് കമ്മീഷൻ ബില്ലുകളൊന്നും പാസ്സാക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. സ്ത്രീകൾ പൂർണ്ണമായും സുരക്ഷിതരാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. നമ്മൾ വളരെ കളർഫുള്ളായി കണ്ടൊരു ലോകമാണ് സിനിമാ ലോകം. പക്ഷേ ഒട്ടും നിറമുള്ളതല്ല, വളരെ നിറം മങ്ങിയതാണ് അവിടുത്തെ കാഴ്ചകൾ, ഉൾക്കാഴ്ചകൾ എന്ന് പലരും തിരിച്ചറിഞ്ഞത് ഈ മീറ്റു ആരോപണങ്ങളിലൂടെയാണ്. ഒരുപക്ഷെ പല സ്ത്രീകളും വ്യാജ ആരോപണങ്ങൾ ഇതിനിടെ ഉന്നയിച്ചു, അതുകൊണ്ട് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. WCC പറയുന്നത് സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന യാതനകൾ ഒരുപാട് അവർ ഊന്നി പറയുകയാണ്. അതിലൂടെയാണ് ഒരുപക്ഷെ ചില നീതികളൊക്കെ അവരെ തേടിയെത്തിയത്. പക്ഷെ അപ്പോഴും നമുക്കറിയാം ഇത്തരത്തിൽ WCCയിൽ മുൻപന്തിയിൽ നിന്നതുകൊണ്ട് അതിൽ പല സ്ത്രീകളും പിന്നീട് തഴയപ്പെട്ടു എന്നുള്ള കാഴ്ച ചില സമയത്തൊക്കെ ചിലയിടങ്ങളിലെങ്കിലും അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാലം ഒരുപാട് മാറിപ്പോയി. പണ്ടത്തെ കാലത്ത് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ വിവാഹമോചിതയായി അല്ലെങ്കിൽ മോചിതനായി എന്ന് പറയുമ്പോൾ അത് വീട്ടുകാരെ സംബന്ധിച്ച് ഒരു ആളുകളുടെ ഇടയിൽ ഇതെങ്ങനെ അവരെ അറിയിക്കും എന്നുള്ളൊരു നാണക്കേടുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വിവാഹമോചിതയായി എന്ന ആളുകളെ കേക്ക് കട്ടിങ്ങിലൂടെ മാതാപിതാക്കൾ അറിയിക്കുന്ന ഒരു കാലത്തിലേക്കൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഈ മദ്യപിച്ച് സ്ത്രീകളെ ആക്രമിക്കുന്ന പുരുഷന്മാർ ഒരുപാടുണ്ട്. ശ്രീജ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വ്യാജ പരാതികളാണ് എതിർക്കപ്പെടേണ്ടത്. സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇപ്പോഴും അത് തുടരുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. പക്ഷേ വ്യാജ പീഡന പരാതികൾ അല്ലെങ്കിൽ വ്യാജ പരാതികളിലൂടെ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു, അതിനെതിരെയാണ് ശബ്ദമുയർത്തേണ്ടത് എന്നതാണ് ഞാൻ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ വ്യാജ പരാതിക്കെതിരെ ആരും ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ അച്ഛനും അമ്മയും അവരെ കാണേണ്ടതല്ലേ. പക്ഷേ ഇപ്പോൾ പുരുഷന്മാരുടെ അച്ഛനും അമ്മയും എങ്ങനെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും നമുക്ക് മുൻപിലുണ്ട്. ദീപക് തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺമക്കളുള്ള അച്ഛനും അമ്മയ്ക്കും ഈ സ്ത്രീകളുള്ള അച്ഛൻ്റെ അമ്മയുടെ അതേ ഒരു ഉൾവേദന ഇപ്പോഴും ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ ഒടുവിൽ കോടതിയുടെ ഒരു നിർണായക നിരീക്ഷണത്തിലാണ് അതിങ്ങനെ എത്തി നിൽക്കുന്നത്. അതിൽ പറയുന്നത് രാഹുൽ അവിവാഹിതനാണ്, അതുകൊണ്ട് രാഹുലിന് നിരവധി പേരുമായി ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് കോടതി ചോദിക്കുകയാണ്. അപ്പോൾ അത് തെറ്റല്ല എന്നാണ് കോടതി തന്നെ പറയുന്നത്. അതെ, അത് തെറ്റല്ല, കോടതി ഇങ്ങനെ ചൂണ്ടിക്കാട്ടുകയാണ്. നഗ്നത വീഡിയോ ചിത്രീകരിച്ച് അത് പുറത്തേക്ക് വിടുമെന്നുള്ള ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് വേറെ കേസായി മാറുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും പീഡനമായി മാറുന്നില്ല. പീഡനം എന്ന കേസിലേക്ക് അത് പോകുന്നില്ല. ഏറ്റവും ഗുരുതരമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത് നിർബന്ധിത ഗർഭചിത്രം. അപ്പോഴും കോടതി പറയുന്നു, സമ്മതത്തോടു കൂടിയല്ലേ പിന്നെയും പാലക്കാടൊക്കെ പോയി താമസിച്ചില്ലേ എന്നുള്ള ചോദ്യം കോടതി ഉന്നയിക്കുന്നുണ്ട്. അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, തിരിച്ചറിവാണ് വേണ്ടത്. പല സ്ത്രീകളും പറയുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്ന്. അപ്പോൾ സ്ത്രീകൾക്ക് പറയാം, വിവാഹത്തിന് ശേഷം മതി ലൈംഗിക ബന്ധമെന്ന് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഉറപ്പിച്ച് പറയാൻ അവിടെ പറ്റുന്നില്ല? മീറ്റു എന്നൊരു ടാഗ് ലൈൻ നമുക്ക് കഴിഞ്ഞിടെ മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ലൈനാണ്. പക്ഷെ മീറ്റു എന്നത് ഫേക്ക് ആകരുതെന്ന് മാത്രം. അശ്വതി, സ്നേഹബന്ധം തകർന്നു കഴിഞ്ഞാൽ നിർബന്ധിത പീഡനാരോപണം ഉന്നയിക്കാനാകില്ല എന്ന് 2025 സുപ്രീം കോടതി ഒരു നിർണായക നിരീക്ഷണം ഇറക്കുകയുണ്ടായി. അശ്വതിക്ക് അത് ഓർമ്മയുണ്ടോ? അതൊക്കെ നമുക്ക് ഇതോട് ചേർത്ത് വായിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? തീർച്ചയായും വ്യാജന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. പീഡനങ്ങൾ, വ്യാജ പീഡന പരാതികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അവർ ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ശ്രീജ പറഞ്ഞ പോലെ തന്നെ അന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് എന്താണ്? അതായത് ലീഗൽ ടെററിസം എന്നതാണ് പറയുന്നത്. അതായത് സ്ത്രീ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, നിയമപരമായും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, സമൂഹത്തിൽ നിന്നും പിന്തുണ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് മിസ്യൂസ് ചെയ്ത് എന്തുമാകാം, അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ എന്തുമാകാം എന്നുള്ളൊരു കോൺഫിഡൻസ്
കോൺഫിഡൻസ് എല്ലാ സ്ത്രീകളിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. അതൊരു ലീഗൽ ടെററിസമായി മാറുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അത്തരത്തിലൊരു നിരീക്ഷണം ശരിയാണ് അല്ലെങ്കിൽ ശരിവെക്കുന്നു എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പാവപ്പെട്ട പുരുഷന്മാർക്കും അല്ലെങ്കിൽ എന്ത് അനീതി കാട്ടിയാലും, സ്ത്രീകൾ എന്ത് അനീതി കാട്ടിയാലും എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാവി തന്നെ തുലാസിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മെൻസ് കമ്മീഷൻ വരുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നു. കാരണം തെറ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് പുരുഷന്മാർക്ക് നീതി വേണം. അപ്പോഴും എന്നെ സംബന്ധിച്ച് അലട്ടുന്നൊരു കാര്യം, ഇതിലും ഈ സ്ത്രീകൾ വ്യാജ പരാതി ഉന്നയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ പുരുഷന്മാരും ഇത്തരം നിയമപരിരക്ഷ ലഭിക്കുകയാണെങ്കിൽ അവരും അത് ചൂഷണം ചെയ്യില്ലേ എന്നുള്ളൊരു ആശങ്ക എന്നെ സംബന്ധിച്ചുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല കാലഘട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് അവർ ഈ സ്വാതന്ത്ര്യം. പക്ഷേ ഇപ്പോഴും അവർ പല മേഖലകളിലും ചൂഷണം അനുഭവിക്കുന്നുണ്ട്. അത് വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. പലപ്പോഴും നമുക്കറിയാം, കൊച്ചുകുട്ടികളെ വരെ മദ്യപിച്ച് ഉപദ്രവിക്കുന്ന അച്ഛന്മാരുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുകയാണ്, മറുവശത്ത് ഭർത്താവിനൊപ്പം ഇരുന്ന് മദ്യപിക്കുന്ന സ്ത്രീകളുടെ ഒരു കാലം കൂടിയാണ് ഇന്നത്തെ. പക്ഷേ മാറ്റങ്ങൾ അത് എല്ലായിടത്തും വന്നിട്ടില്ല. ആദനകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്കിടയിൽ. അവർക്കൊക്കെ നീതി ലഭിക്കണം. സ്ത്രീകൾ എപ്പോഴും പറയും പുരുഷന്മാർക്കൊപ്പം അവർക്ക് തുല്യത വേണമെന്നുള്ളത്. അപ്പോൾ ഈ തുല്യത അല്ലെങ്കിൽ ഈ ഒരു വിഷയമൊക്കെ വരുമ്പോൾ പുരുഷന്മാർക്കൊപ്പം രണ്ടുപേർക്കും നീതി വേണ്ടേ? അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നീതി വേണം എന്നത് തന്നെയാണ്. തുല്യതയിലല്ല, നീതിയിലാണ് കാര്യം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും വേണം. തെറ്റ് ചെയ്യുന്നവർ ആരാണോ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് കരുതി ഇതൊരു അവസരമായി ആരും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. സ്ത്രീ ആയാലും പുരുഷനായാലും നീതി ലഭിക്കുക തന്നെ വേണം. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കട്ടെ എന്നാണ് നിയമവും നമ്മുടെ നീതിപീഠവും ഒക്കെ പറയുന്നത്. അതുതന്നെയാണ് വനിതാ ജംഗ്ഷനും മുന്നോട്ട് വയ്ക്കാനുള്ളത്.